ക്രൂശിൽ കിടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും എന്റെ കർത്താവ് അതിനെ ഓർത്ത് വ്യസനിച്ചില്ല. താൻ അനുഭവിച്ച വേദനയെ ഓർത്ത് ദുഃഖിച്ചില്ല. അവന്റെ ഹൃദയത്തിൽ എന്നെയും നിന്നെയും വീണ്ടെടുക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു. ആ സ്നേഹത്തെ ഇന്ന് പകലിൽ ആവോളം ആസ്വദിക്കാൻ വേർതിരിച്ച് വിളിക്കപ്പെട്ട നമ്മെ കർത്താവ് എത്രയധികം സ്നേഹിക്കുന്നു ദൈവമക്കളെ. ആ കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു. എല്ലാ വായ്കളും തുറന്ന് പറഞ്ഞേ, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, യേശുവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, യേശുവേ യേശുവേ യേശുവേ. എല്ലാ വായ്കളും വിളിച്ചാട്ടെ, യേശുവിനെ വിളിച്ചാട്ടെ. യേശുവിനോട് പറഞ്ഞ്, യേശുവേ അവിടുത്തെ സ്നേഹിക്കുന്നു. I love you, I love you Jesus, I love you Jesus. 2007 ഏപ്രിൽ മാസം 90% ശരീരം മുഴുവൻ ക്യാൻസർ ബാധിക്കപ്പെട്ട് 40 മുഴകളുമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് എന്നെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു. 18ാമത്തെ വയസ്സിൽ ഭാവിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം മാത്രം നിൽക്കുമ്പോൾ ഒറ്റ രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. 13 ദിവസം ഞാൻ മരണത്തോട് മല്ലടിച്ചു. യൂറിന് പകരം ബ്ലഡ് ഞാൻ പാസ് ചെയ്തു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഞാൻ മരണത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ചരൽക്കുന്നിൽ വെച്ച് നടന്ന ഒരു ക്യാമ്പിൽ വെച്ച് പാസ്റ്ററൈസം സൂക്ഷിക്കുന്ന സമയത്ത് ആത്മപകർച്ച ഉണ്ടായപ്പോൾ ഒരു കൊച്ചു പെൺപൈതൽ പ്രവചിച്ച് തൂതു പറഞ്ഞു, ഇന്ന് രാത്രി ചിക്കുവച്ചാച്ചൻ സൗഖ്യമാകുന്നത്. അന്ന് രാത്രി ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 40 മുഴകൾ എന്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ തകർന്നവനാ. ഞാൻ ഇന്ന് തിരുവനന്തപുരം വഴി ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം എൻ്റെ പപ്പ പാസ്റ്റർ 23 വർഷമായിട്ട് ഒരു ശുശ്രൂഷയുണ്ട്. അമ്മേൻ തോളത്ത് ബിഗ് ഷോപ്പർ വെച്ച് എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇതിലും ചീർത്ത് മുഖമെല്ലാം ഉന്തി അമ്മൻ ഇപ്പൊ പൊട്ടുന്ന പരുവത്തിൽ നിൽക്കുന്ന ഒരു ശരീരപ്രകൃതവുമായി ഞാൻ ഇന്ന് കേശവദാസപുരത്ത് വരുമായിരുന്നു കീമോതെറാപ്പിക്ക് വേണ്ടി പോകാൻ. കീമോ വാർഡിൽ ചെല്ലുമ്പോൾ അമ്മൻ 5 രോഗിക്ക് ഒരു നേഴ്സാണ്. സിസ്റ്ററെ എത്ര ശബ്ദത്തിൽ വിളിച്ചാലും അവർ വരാൻ 20-30 മിനിറ്റ് എടുക്കും. പക്ഷെ ഞാൻ എപ്പോഴെല്ലാം വേദനിച്ചോ അപ്പോഴെല്ലാം സിസ്റ്ററെ എന്ന് വിളിക്കുന്നതിന് പകരം യേശുവെ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ വിളിപ്പുറത്ത് യേശു വന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ട് കൂടെ യേശുവെ എന്ന് വിളിക്കാൻ പറയുന്നത് നിങ്ങളുടെ അടുക്കൽ അവൻ ഓടി വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അടുക്കൽ ഓടി വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്. ഒരു ദിവസമായിരിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാ. ഒത്തിരി ബഹളമൊന്നും കാണത്തില്ല, ഒത്തിരി ശബ്ദം കാണത്തില്ല, ഒത്തിരി 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 ഒന്നും പൊട്ടിത്തെറി ഒന്നും കാണത്തില്ല. പക്ഷെ ഹൃദയത്തിനകത്തുനിന്ന് എനിക്ക് അവനോടുള്ള സ്നേഹത്തെ ഇന്ന് പകലിൽ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. Are you ready to show your love before Jesus? കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ ദൈവം? സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ കൈയടിച്ച് ചാടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്നേഹം അകത്ത് കത്തുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് ഇന്റിമസി. ഇന്ന് പോലെ എത്ര പേര് അതിനെ സ്വീകരിക്കും? കർത്താവുമായിട്ടൊരു ഇന്റിമസി. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്കുള്ള ഒരു ഇന്റിമസി ഇല്ല. അതിനപ്പുറത്ത് യേശുവുമായിട്ടൊരു ബന്ധം. എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു? പോലും ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയേ. അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. അങ്ങേ സ്നേഹിക്കുന്നു
അങ്ങേ അങ്ങേ സ്നേഹിക്കുന്നു ആ നെഞ്ചത്ത് കൈവച്ചൊന്ന് പറഞ്ഞു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ എല്ലാത്തിനും നിൻ ജീവനെ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നീ എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നീ നീ എന്റെ സർവ്വം നീ എന്റെ എല്ലാത്തിലും നിൻ ജീവൻ നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാ നീ എന്റെ സർവ്വം എല്ലാത്തിലും നീ എന്റെ സർവ്വവും എല്ലാത്തിലും തേനിലും മധുരമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ പാടിക്ക തേനിലും മധുരമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ യേശു ക്രിസ്തു മാധുര്യമാ അവനെ അനുഭവിച്ചു നോക്കിയവരെല്ലാവരും പറഞ്ഞു അവനെനിക്ക് മധുരമാണെന്ന്. ലോകം മുഴുവൻ എനിക്ക് കയ്പ് തന്നാലും എന്റെ നാവിൽ മധുരം തൊടുവിക്കുന്ന ഒരു യേശുവുണ്ട്. തള്ളിപ്പറഞ്ഞവന്റെ നാവിൽ തേൻ തൊട്ട് കൊടുത്ത ഒരു യേശുവുണ്ട്. എന്നപോലെ എന്റെ നാവിൽ മധുരം തരുന്ന കർത്താവിനെ ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞേ, യേശുവേ നീ തേനേക്കാൾ മധുരമുള്ളവൻ, യേശുവേ നീ തേനിനേക്കാൾ മധുരമുള്ളവൻ. കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, യേശുവേ നീ മാധുര്യവാൻ, നീ മാധുര്യവാൻ, നീ മാധുര്യവാൻ, നീ മാധുര്യവാൻ. കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, യേശുവേ നീ മാധുര്യവാൻ. മുഴുവൻ ശബ്ദം ഉയർത്തി പറഞ്ഞേ, നീ മാധുര്യവാൻ, നീ മാധുര്യവാൻ, നീ മാധുര്യവാൻ. തേനിലും മധുരമാ, തേനിലും യേശു ക്രിസ്തു, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ യേശു ക്രിസ്തു. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ യേശു